കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന വി.എസ്. അച്യുതാനന്ദനെ CPIM പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. കൊപ്പം വാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പൊതുയോഗം സംസ്ഥാന കമ്മിറ്റി അംഗം MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ T.K. നാരായണദാസ്, NP വിനയകുമാർ എന്നിവർ സംസാരിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ U. അജയ്കുമാർ, AV സുരേഷ്, M. ശങ്കരൻകുട്ടി, കൊപ്പം ലോക്കൽ സെക്രട്ടറി K. മോഹൻദാസ്, ആമയൂർ ലോക്കൽ സെക്രട്ടറി A. ഉസ്മാൻ, കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് TV വത്സല, ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ, പരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S. നിഷ വിജയകുമാർ എന്നിവർ പങ്കെടുത്തു. സംഘാടക സമിതി കൺവീനർ A. സോമൻ സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം MN സുദീപ് നന്ദിയും പറഞ്ഞു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തെത്തുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപിത നേതാക്കളെല്ലാവരും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് കടന്നു വരുന്നതും പിന്നെ അവർ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ പരിവർത്തനത്തിന് വിധേയരായി കമ്മ്യൂണിസ്റ്റുകാരാണ് ചെയ്യുന്നത്. EMS KPCCയുടെ ഭാരവാഹിയായിട്ടുള്ള പിന്നെ അദ്ദേഹം കോൺഗ്രസിനകത്തെ ഇടതുപക്ഷ ചിന്താഗതിക്കാരുടെ ഗ്രൂപ്പായ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ വന്നു. അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റായിട്ട് മാറി. അപ്പൊ സ്വാഭാവികമായ സംയുക്തികമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വളർച്ചയിലൂടെയാണ് അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരായി മാറിയത്. അതുപോലെ തന്നെ VS 38 സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രവർത്തകനായി 1940 ആയപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാണ്. 46 പുന്നപ്രവേന സമരത്തിന് നേതൃത്വം കൊടുത്ത ഉശിരരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെ കൂട്ടത്തിൽ പ്രമുഖനാണ് VS. അതിനുശേഷം VS പൂഞ്ഞാറിൽ ഒടുവിലിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിക്രൂരമായ മർദ്ദനത്തിന് ലോക്കപ്പിൽ വെച്ച് അദ്ദേഹം വിധേയനായി. അദ്ദേഹത്തിന്റെ കാലിൽ ബയണറ്റ് കുത്തിയിറക്കിയതിന്റെ മുറിപ്പാടുകൾ ജീവിതാന്ത്യം വരെ ഉണ്ടായി. ചോര വാർന്നൊഴുകി മരിച്ചു എന്ന് കരുതി VS തന്നെ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കുപ്രസിദ്ധനായ ഒരു മോഷ്ടാവിനെ സഹായത്തിന് കൂട്ടി പോലീസുകാർ വിജനമായ സ്ഥലത്ത് VSന്റെ ശരീരം കണ്ടെത്തിയതാണ്, മരിച്ചു എന്ന് കരുതിയിട്ടാണ്. അപ്പൊ ഈ മോഷ്ടാവാണ് പറയുന്നത് പോലീസ് ഓഫീസറോട് ഏമാനെ ആള് പോയിട്ടില്ല, ഒരനക്കമുണ്ട്.